ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു സ്പെഷ്യൽ പുട്ടിൻ്റെയും അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റിൻ്റെയും റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ലൊരു കോംബോ റെസിപ്പി തന്നെയാണിത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ. ആദ്യം മുട്ട റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് സവാള വഴറ്റെടുക്കുന്നുണ്ട്. 4 സവാള ചെറുതായി അരിഞ്ഞിട്ടിട്ടാണ് കേട്ടോ വഴറ്റെടുക്കുന്നത്. ഇതിലേക്ക് 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴന്നു വന്നതിന് ശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണോളം മുളക് പൊടി, 1/4 സ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നല്ലതുപോലെ വഴറ്റെടുക്കണം. പൊടി മസാലകളൊക്കെ എല്ലാം കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത്. എരിവിനായിട്ട് കൂടുതൽ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിയാണ്. നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം 3 തക്കാളി ജ്യൂസ് അടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മസാല വെന്തിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം അത്രയുള്ള ഇനി മല്ലിയില ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരു സ്പെഷ്യൽ പുട്ടാണല്ലോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് പത്തിരിയുടെ നൂൽപ്പൊട്ടിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാവിന് അല്പം മയം കിട്ടുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മാവെല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു തളിക എടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടി തൂവിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം വാട്ടിയെടുത്ത മാവ് സേവനാഴിയിൽ നിറച്ചിട്ട് പൊടി തൂവിച്ചെടുത്ത ഈ തളികയിൽ മാവ് പിച്ചി കൊടുക്കുകയാണ്. എല്ലാവരും ഒരു ലെയർ ആക്കിയതിന് ശേഷം പൊടി തൂവിച്ചെടുക്കുക. ശേഷം അതിൻ്റെ മുകളിലും സേവനാഴിയിൽ മാവ് നിറച്ചിട്ട് പിച്ചി കൊടുക്കാം. ഇങ്ങനെ 3 ലെയറായിട്ട് ചെയ്തെടുക്കണം. ശേഷം ഇതിൽ നിന്ന് അല്പം എടുത്ത് തേങ്ങയിട്ട് സാധാരണ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് പോലെ പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു ടഫ് പോലെയൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കാൻ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നൂൽപുട്ട് ഉണ്ടാക്കിയാൽ പോരേന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ. ഇത് മുട്ട റോസ്റ്റിൻ്റെ ഒപ്പം നോൺ വെജ് കറികളുടെ ഒപ്പം കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ. ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് സബ്സ്ക്രൈബേഴ്സ് 1000 കടന്നിരിക്കുകയാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇനി വാച്ച് അവറോട് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.